ഇറാഖിൽ അധിനിവേശം നടത്തിയ US സൈന്യത്തിനു വേണ്ടി കൂട്ടക്കൊലകൾ നടത്തിയ ബ്ലാക്ക് വാട്ടർ എന്ന കൂലിപ്പട്ടാളത്തിന്റെ സ്ഥാപകൻ നിശബ്ദമായി പുതിയ സംഘം വിപുലീകരിക്കുകയാണെന്ന് റിപ്പോർട്ട്. ബ്ലാക്ക് വാട്ടറിന്റെ സ്ഥാപകനായ മുൻ US നേവി സിൽ എറിക് പ്രിൻസിന്റെ പുതിയ കൂലിപ്പട്ടാള യൂണിറ്റായ വെക്സ് ഗ്ലോബൽ ലാറ്റിൻ അമേരിക്ക, ആഫ്രിക്ക, കരീബിയൻ എന്നിവിടങ്ങളിലാണ് സ്വകാര്യ സൈന്യമായി പ്രവർത്തിക്കുന്നതെന്ന് US മാധ്യമമായ വാൾ സ്ട്രീറ്റ് ജേണൽ റിപ്പോർട്ട് ചെയ്തു. വിവിധ രാജ്യങ്ങളിലെ പ്രതിസന്ധികൾ ചൂഷണം ചെയ്തും US സൃഷ്ടിച്ച കുഴപ്പങ്ങളിലുമാണ് പ്രിൻസ് ലാഭം കണ്ടെത്തിയിരുന്നത്. ഗുണ്ട സംഘങ്ങളുടെ പ്രവർത്തനം മൂലം പ്രതിസന്ധിയിലായ സർക്കാരുകൾ, ആഭ്യന്തര കലാപം നടക്കുന്ന രാജ്യങ്ങൾ തുടങ്ങിയ പ്രിൻസിന്റെ റെഡിമെയ്ഡ് സൈന്യത്തെ വാടകയ്ക്കെടുത്തു. ഹെയ്ത്തി ദ്വീപിൽ പ്രിൻസിന്റെ കൂലിപ്പട്ടാളം ഡ്രോണുകൾ ഉപയോഗിച്ച് നടത്തിയ ആക്രമണത്തിൽ 200 പേർ കൊല്ലപ്പെട്ടെന്ന് UN നിരീക്ഷകർ പറയുന്നു. ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളായ ഇക്വഡോറിലെയും എൽ സാൽവദോറിലെയും വലതുപക്ഷ നേതാക്കളെ പ്രിൻസ് സമീപിച്ചു. പെറുവിലെ നിയമവിരുദ്ധ സ്വർണ്ണ നിക്ഷേപ മേഖലകളിൽ അധികാരം ഉറപ്പിക്കാൻ ഖനന കമ്പനികൾ പ്രിൻസിനെ സമീപിക്കുകയും ചെയ്തു. പ്രിൻസിനെ സംബന്ധിച്ചിടത്തോളം ഈ ബിസിനസ് മോഡൽ ലാഭകരമാണ്, വിമർശിക്കുന്നവർക്ക് അപകടവും. ഹെയ്ത്തിയിൽ പ്രിൻസിന്റെ സംഘം നടപ്പാക്കിയ കൊലപാതകങ്ങളെ അവർ വധശിക്ഷയെന്ന് വിളിക്കുന്നതിന് കാനഡ അപലപിച്ചിട്ടുണ്ട്. സംഘത്തിന്റെ പ്രവർത്തനങ്ങൾ US നിയമങ്ങൾ ലംഘിച്ചിട്ടുണ്ടോ എന്ന് US അധികൃതർ പരിശോധിച്ചു വരികയാണ്. അന്താരാഷ്ട്ര മേൽനോട്ടത്തിൽ നിന്ന് മാറി നിന്ന് പ്രിൻസ് രാജ്യങ്ങളുടെ പരമാധികാരത്തെ ചരക്കാക്കി മാറ്റുന്നതിനൊപ്പം നിയമവിരുദ്ധമായ അക്രമം കയറ്റുമതി ചെയ്തതായും ആരോപിക്കപ്പെടുന്നു. ഞങ്ങൾ ഉപദേശിക്കുക മാത്രമല്ല, പ്രവർത്തിക്കുകയും ചെയ്യുന്നു എന്ന പ്രിൻസിന്റെ മുദ്രാവാക്യം സാമ്പത്തിക ലാഭത്തിന് വേണ്ടി അക്രമങ്ങൾ നടത്തുന്നതിലേക്കുള്ള അയാളുടെ തിരിച്ചുവരവ് സൂചിപ്പിക്കുന്നു. കുഴപ്പങ്ങളിൽ നിന്ന് ധനസമ്പാദനം നടത്തുന്ന ഈ രീതി ബാഗ്ദാദിലും ഹെയ്ത്തിയിലെ പോർട്ട് ഓ പ്രിൻസിൽ നടത്തിയ ആക്രമണങ്ങളുടെ തുടർച്ചയാണ്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായുള്ള ബന്ധം പ്രിൻസിന്റെ സ്വാധീനം വർദ്ധിപ്പിക്കുന്നു. ട്രംപിന്റെ മാർ എ ലാഗോ റിസോർട്ടിലും വൈറ്റ് ഹൗസിലും അയാൾ സ്ഥിര സാന്നിധ്യമാണ്. ഇത് US പ്രസിഡന്റിന്റെ ദേശീയ സുരക്ഷാ ഉദ്യോഗസ്ഥരെയും നയതന്ത്ര ഉദ്യോഗസ്ഥരുമായുള്ള ബന്ധവും തുറന്നു കാണിക്കുന്നു. US വിദേശ നയവുമായി പൊരുത്തപ്പെടുന്ന രീതിയിൽ രൂപപ്പെടുത്തിയ സ്വകാര്യ സൈനിക സംഘടനയെ US അധികൃതരുമായുള്ള അടുത്ത ബന്ധം ഉപയോഗിച്ചാണ് ഇയാൾ മറ്റു രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുന്നത്. തനിക്ക് ട്രംപുമായി അടുപ്പമില്ലെന്നും പക്ഷേ അദ്ദേഹത്തിന്റെ സ്റ്റാഫുമായി അടുപ്പമുണ്ടെന്നും ഒരു അഭിമുഖത്തിൽ പ്രിൻസ് സമ്മതിച്ചു. US പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെക്സത്തുമായാണ് അയാൾക്ക് ഏറ്റവും അടുപ്പം. പ്രിൻസിന്റെ സഹോദരി ബെറ്റ്സി ആദ്യം ട്രംപ് സർക്കാരിൽ വിദ്യാഭ്യാസ സെക്രട്ടറിയുമായിരുന്നു. തന്റെ ചില നിലപാടുകൾ US സർക്കാരിന്റെ നയമായി മാറിയെന്നും പ്രിൻസ് അവകാശപ്പെടുന്നുണ്ട്. ഒരു ഉദാഹരണം കാണിക്കാം. US-ൽ നിന്നും പുറത്താക്കുന്നവരെ തടവിലാക്കുന്ന എൽ സാൽവദോറിലെ ജയിലിന്റെ ചില ഭാഗങ്ങളെ US പരമാധികാര പ്രദേശമായി കാണുന്ന ഉത്തരവ് സർക്കാർ ഇറക്കണമെന്ന് നിർദ്ദേശം മുന്നോട്ട് വച്ചത് പ്രിൻസ് ആണ്. അത് പിന്നീട് ട്രംപ് സർക്കാർ സ്വീകരിച്ചു. അടുത്തിടെ ട്രംപിന് നേരെ നടന്ന വധശ്രമത്തിന് ശേഷം US-ന്റെ പശ്ചിമേഷ്യൻ പ്രതിനിധിയായ സ്റ്റീവ് വിറ്റ്കോഫുമായി പ്രിൻസ് ചർച്ച നടത്തി. ട്രംപിന്റെ വിദേശ യാത്രകളിൽ പ്രത്യേക സേനയെ വിന്യസിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ചർച്ചയിൽ വന്നത്. വിദേശ രാജ്യങ്ങളിൽ മാത്രമായി തന്റെ പ്രവർത്തനങ്ങൾ ഒതുങ്ങില്ലെന്നും പ്രിൻസ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. US റിപ്പബ്ലിക്കിനെ സംരക്ഷിക്കാൻ താൻ പ്രതിജ്ഞാബദ്ധനാണെന്നും വേണ്ട സഹായങ്ങൾ നൽകാമെന്നുമാണ് പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെക്സത്തിനോട് പ്രിൻസ് പറഞ്ഞത്. പ്രിൻസ് തന്റെ സ്വകാര്യ സൈനിക സാമ്രാജ്യത്തെ വിദേശത്തുള്ള അമേരിക്കൻ ബിസിനസിന്റെ വികാസവുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു. അമേരിക്കൻ കമ്പനികൾ ഊർജം, ധാതുക്കൾ, അടിസ്ഥാന സൗകര്യ പദ്ധതികൾ എന്നിവയ്ക്കായി വിദേശത്തേക്ക് പോകാൻ തുടങ്ങുമ്പോൾ ഞാൻ അവരോടൊപ്പം ഉണ്ടാകും, പ്രിൻസ് പ്രഖ്യാപിച്ചു. ഈ കുതന്ത്രങ്ങളിലൂടെ പ്രിൻസ് വിദേശ രാജ്യങ്ങളിലെ അസ്ഥിരതയിൽ നിന്ന് ലാഭം നേടുക മാത്രമല്ല, രാജ്യങ്ങളുടെ പരമാധികാരത്തിനും കൂലിപ്പട്ടാള പദ്ധതികൾക്കും ഇടയിലുള്ള അതിരുകൾ കൂടുതൽ മങ്ങുന്ന ഒരു വ്യവസ്ഥയെ ഉറപ്പിക്കുകയും ചെയ്യുന്നു. US അധിനിവേശത്തിലുള്ള ഇറാഖിലെ നിസോർ ചത്തുരത്തിൽ 2007 സെപ്റ്റംബർ 16-ന് 17 ഇറാഖികളെ ബ്ലാക്ക് വാട്ടർ കൂലിപ്പട്ടാളക്കാർ വെടിവെച്ച് കൊന്നത് വലിയ വിവാദമായിരുന്നു. 18 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. പിന്നീട് US-ലെ FBI അടക്കം നടത്തിയ അന്വേഷണത്തിന്റെ ഭാഗമായി 4 ബ്ലാക്ക് വാട്ടർ പട്ടാളക്കാരെ 2014 ശിക്ഷിച്ചു. ഒരാളെ കൊലപാതകത്തിനും മറ്റുള്ളവരെ കൂട്ടക്കൊലയ്ക്കുമാണ് ശിക്ഷിച്ചത്. ഇറാഖ്, സിറിയ എന്നിവിടങ്ങളിൽ 5500 സ്വകാര്യ സൈനികരുണ്ടെന്നാണ് US പ്രതിരോധ വകുപ്പായ പെന്റഗൺ കണക്കാക്കിയിരുന്നത്. അഫ്ഗാൻ അധിനിവേശ കാലത്ത് 26,000 സ്വകാര്യ സൈനികരെയാണ് US വിന്യസിച്ചത്. 2003-ന് ശേഷം മാത്രം ബ്ലാക്ക് വാട്ടറിന് US സർക്കാർ $1,300 കോടി കരാറുകളാണ് നൽകിയത്. എന്തായാലും ട്രംപിന്റെ ആദ്യ ഭരണത്തിൽ 2020 ഡിസംബർ 22-ന് ഇറാഖിലെ കൂട്ടക്കൊലയിലെ 4 പ്രതികൾക്കും മാപ്പ് നൽകി വിട്ടയച്ചു.